സോഫ്റ്റ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൈൻമാസ്റ്റർ നമുക്ക് ഓപ്പൺ ചെയ്യാം. അവിടെ നിന്ന് പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് 3 സൈസിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ഇതിൽ നിന്ന് ഇഷ്ടമുള്ളൊരു സൈസ് ചൂസ് ചെയ്യുക. യൂട്യൂബ് വീഡിയോ ഒക്കെ നമ്മൾ നോർമലി 16 ഒരു ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ കൈൻമാസ്റ്ററിൻ്റെ എഡിറ്റിംഗ് വിൻഡോ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് മീഡിയ ഒഴികെ ബാക്കിയെല്ലാം ഇപ്പോൾ ഡിസേബിൾ ആയിരിക്കും. കാരണം ഒരു മീഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമ്മളൊരു മീഡിയ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. നമ്മുടെ ഫോണിലുള്ള ഫയലുകൾ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ നിന്നൊരു ബ്ലാങ്ക് ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുകയാണ്. നോർമലി നമുക്ക് ഇതിന് പുറത്തേക്ക് മറ്റ് ലെയറുകളായിട്ട് മറ്റ് മീഡിയാസ് ആഡ് ചെയ്യാൻ പറ്റും. സോ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാനിവിടെ ആഡ് ചെയ്തു. ഓക്കെ, അത് നമുക്ക് വലിച്ച് വെക്കാം. ക്ലിക്ക് ചെയ്ത് ഇവിടെ ജസ്റ്റ് നമ്മളിവിടെ ടാപ്പ് ചെയ്ത് വലിക്കുവാണെങ്കിൽ നമുക്ക് മാക്സിമം ലെങ്ത് എത്ര വേണം കൊടുക്കാവുന്നതാണ്. ഇനി ലെയർ എന്തെന്ന് ഓപ്ഷൻ നോക്കുക. ലെയർ ഇവിടെ നമുക്ക് മീഡിയ, എഫക്റ്റ്, അതുപോലെ തന്നെ ഓവർലേ, ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ്, ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് വീണ്ടും മീഡിയ തന്നെ ചൂസ് ചെയ്യുകയാണ്. മീഡിയ നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ വീണ്ടും നമ്മുടെ ഫയലിലേക്കാണ് പോവുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഫോൾഡറുകളായിരിക്കും കാണുക. ഈ ഫോൾഡറുകളിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിൽ നിന്നൊരു വീഡിയോയോ അല്ലെങ്കിൽ ഇമേജോ നമുക്ക് ഇങ്ങോട്ട് ജിഫോ അല്ലെങ്കിൽ PNG ചെയ്ത് ഇമേജ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ചൂസ് ചെയ്യുവാണ്. വീഡിയോ അല്ല, ഒരു ഇമേജ് തന്നെയാണ് ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുക. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് ക്രമീകരിക്കാൻ പറ്റും. ആ കോർണറിൽ കാണുന്ന ആരോ പ്രസ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുവാണെങ്കിൽ നമുക്ക് സൈസ് ക്രമീകരിക്കാൻ പറ്റും. ഇത് ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ നമുക്ക് സൈഡിൽ കാണുന്ന ആ കത്തിലേക്ക് തൊട്ടിപ്പുറത്തുള്ള ആ ഒരു ഓപ്ഷൻ എടുക്കുക. സ്പ്ലിറ്റ് സ്ക്രീനാണ് അവിടെ ഓഫ്. പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്ന വൈറ്റ് സ്ക്രീൻ അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫുൾ സ്ക്രീനിലേക്ക് ആ ഇമേജ് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ആ ഇമേജ് ഫുൾ സ്ക്രീനിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കിനി അതും വലിച്ച് ക്രമീകരിക്കാം. എന്തുമാത്രം ഈ ഇമേജ് വേണം എന്നുള്ളത് നമുക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ലെയറിന് മുകളിൽ ആ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലാണ് ഇമേജ് വന്നിരിക്കുന്നത്. വീണ്ടും ലെയർ കൊടുക്കുക. അവിടെ ഞാൻ ടെക്സ്റ്റ് ബോക്സ് ചൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിന് പുറത്തൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു തവണ നമ്മൾ ആഡ് ചെയ്ത ലെയറിന് പുറത്തായിരിക്കും അടുത്ത തവണ ആഡ് ചെയ്യുന്ന ലെയർ വിസിബിൾ ആയിരിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. അതിൻ്റെ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ജസ്റ്റ് ഞാൻ അവിടെ സോഫ്റ്റ് മലയാളം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഇമേജിന് പുറമേ ഒരു ടെക്സ്റ്റ് ലെയർ ആയിട്ടായിരിക്കും ഈ പറയുന്ന സോഫ്റ്റ് മലയാളം എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് വരിക. ഓക്കെ, ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിൻ്റെയും സൈസ് ക്രമീകരിക്കാം കേട്ടോ. ഓക്കെ, ഫോണ്ട് നമ്മളിവിടെ ചേഞ്ച് ചെയ്യുവാണ്. അതുപോലെ തന്നെ ആ കത്തിലേക്ക് തൊട്ടിപ്പുറത്ത്, അത് നമ്മുടെ കട്ടിന് തൊട്ടിപ്പുറത്ത് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കളർ 2 രീതി ചൂസ് ചെയ്യാം. ഇവിടെ ഓൾറെഡി ഉള്ള കളർ വേണം ചൂസ് ചെയ്യാം. അതിൻ്റെ ഒപ്പാസിറ്റി താഴെ നമുക്ക് ക്രമീകരിക്കാൻ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. ദെൻ ആ സർക്കിൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നമുക്ക് കളർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ഈ സൈഡിൽ കാണുന്ന ഓപ്ഷൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് ഷാഡോ ഇവിടെ ഓണായി കിടക്കുന്നത് കാണാം. അതുകൊണ്ടാണ് ടെക്സ്റ്റ് അത് ക്ലിയർ അല്ലാത്ത ഷാഡോ നമുക്ക് ഡിസേബിൾ ചെയ്യാം. ഏതൊരു എലമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്താലും അതിൻ്റെ ഈ സൈഡിൽ കാണുന്ന അതിൻ്റെ ഓപ്ഷൻസ് ആയിരിക്കും. അവിടെ നിന്നാണ് നമുക്ക് അതിനുള്ള കട്ട്, ആനിമേഷൻ, മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ പറ്റുക. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റാണ് സെലക്ട് ആയിരിക്കുക. താഴെ നമുക്ക് ഏത് ടെക്സ്റ്റോ ഇമേജ് എന്ത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഇവിടെ ആനിമേഷനോട് ഇൻ ആനിമേഷൻ കൊടുക്കുകയാണ്. എങ്ങനെ ഇത് വരണം എന്നുള്ളതാണ് ഇൻ ആനിമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ ഇമേജ് ഒരു ആനിമേഷൻ കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് പല ആനിമേഷൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് വെറൈറ്റി ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റ് പല രീതിയിലുള്ള ഓപ്ഷൻസ് കാണാം. ഇൻ ആനിമേഷൻ ഉണ്ട്, ഓവറോൾ ആനിമേഷൻ ഉണ്ട്, ഔട്ട് ആനിമേഷൻ ഉണ്ട്. ഓവറോൾ ആനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ് നമ്മുടെ സ്ക്രീനിൽ അപ്പിയർ ചെയ്ത സമയത്ത് എന്ത് മൂവ്മെൻറ്റാണോ വേണ്ടത്, അതാണ് ഓവറോൾ ആനിമേഷൻ. ഇനി ഔട്ട് ആനിമേഷൻ ആണെങ്കിൽ ഇത് ഡിസപ്പിയർ ആകുമ്പോൾ ഏത് രീതിക്കാണ് ഡിസപ്പിയർ ആകേണ്ടതെന്നാണ്. ഇനി കട്ട് ചെയ്യാൻ ഓപ്ഷൻ, നമുക്കൊരു എലമെൻറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. കത്രിക ചൂസ് ചെയ്തു. അവിടെ നമുക്ക് ലെഫ്റ്റ് ട്രിം ചെയ്യാൻ, റൈറ്റ് ട്രിം ചെയ്യാം, കട്ട് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഞാനിപ്പോൾ കട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. രണ്ടായിട്ട് നമുക്കിത് മുറിക്കാനായിട്ട് പറ്റും. ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു പോർഷൻ, അല്ലെങ്കിൽ അത് നമുക്ക് മറ്റു പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. സാധിക്കുന്നുണ്ട് ഓഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഓഡിയോ ഫയൽസ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇഷ്ടമുള്ള ഓഡിയോ നമുക്ക് ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. സൗണ്ട് കൊടുക്കാനായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓഡിയോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി വോയിസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതിന് അത് നമുക്ക്
എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്ത് വേണമെങ്കിൽ സൗണ്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഒരു ഓഡിയോ ഫയൽ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ വോളിയം 100% അത് 200% ആക്കി കൊടുക്കാൻ സാധിക്കും. ജസ്റ്റ് ഓഡിയോ ഫയൽ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ അവിടെ മൈക്കിൻ്റെ ഐക്കൺ കാണുന്നതിൻ്റെ ടോപ്പിൽ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞ് 200% ആക്കാൻ പറ്റും. അതായത് 200% വോളിയം ആക്കാൻ പറ്റും. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫയലുകൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് വോളിയം കൂടുന്നതായിരിക്കും കേട്ടോ. ഇതിന് വോളിയത്തിന് കുറേ ഏറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ഇത്രയും ചെയ്തതിന് ശേഷം ബാക്ക് അടിക്കുക. ഇനി നമുക്ക് ഷെയർ ഓപ്ഷൻ, അതായത് പ്ലെയർ തൊട്ടിപ്പുറത്ത് ഷെയർ ഓപ്ഷൻ പ്ലേ ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇങ്ങനൊരു വിൻഡോയിലേക്കായും വരിക. ഇവിടെ നമുക്ക് ക്ലാരിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഡെഫിനേഷൻ ആൻഡ് പിക്സൽ ക്ലാരിറ്റി ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുക HD 720 പിക്സൽ, ദെൻ അതുപോലെ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്, ഹൈ HD ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ 720 പിക്സലാണ് ചൂസ് ചെയ്യുന്നത്, അതാണ് 720p ആണ് ചൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് തൊട്ട് താഴെയായിട്ട് അതിൻ്റെ സ്കെയിൽ, അതിൻ്റെ ക്ലാരിറ്റി കുറച്ചുകൂടി ക്രമീകരിക്കാൻ പറ്റും. ലോ ക്ലാരിറ്റി തൊട്ട് ഹൈ ക്ലാരിറ്റി വരെയുണ്ട്. അതനുസരിച്ച് അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആവറേജ് കൊടുത്തു, എക്സ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഈ ഫയൽ എക്സ്പോർട്ട് ആവുന്നുണ്ട്, നമ്മുടെ ഗാലറിയിലേക്ക് ആ വീഡിയോ സേവ് ആകുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് കൈൻമാസ്റ്ററിൻ്റെ കൂടുതൽ ട്യൂട്ടോറിയൽ നമുക്ക് ഇനി വരും വീഡിയോകളിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ. കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.